ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരശ്ശീല വീണു. പെഡ്രോ ഫ്രൈറിയുടെ മലു സുവർണ ചകോരം സ്വന്തമാക്കി. മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള സിനിമയായ ഫെമിനിച്ചി ഫാത്തിമ നേടി. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക് അവാർഡ്, മികച്ച തിരക്കഥയ്ക്കുള്ള ജൂറി പുരസ്കാരം എന്നിവയും ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കി. നവാഗത സംവിധായകനുള്ള രജത ചകോരം ഹൈപ്പർബോറിയൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണിനും ജോക്കിൻ കോസിനും ലഭിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരം മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് സംവിധാനം ചെയ്ത ഫർഷാദ് ഹഷമിക്ക് ലഭിച്ചു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പായൽ കപാഡിയയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത മാസം 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കും. 249 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. നഗരത്തിലെ 25 വേദികളിലായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്കുതല അദാലത്തുകൾ അവസാനിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ചിറയിൻകീഴ്, വർക്കല, കാട്ടാക്കട താലൂക്കുകളിൽ നടന്ന അദാലത്തുകളിൽ ആകെ 4,589 അപേക്ഷകളാണ് ലഭിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 100ാമത്തെ കപ്പലെത്തി. MSC മിഷേലയാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത്. 299.87 മീറ്റർ നീളവും 12.5 മീറ്റർ ആഴവുമാണ് MSC മിഷേലയ്ക്കുള്ളത്. വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയ്ക്കും ന്യൂ ഇയർ ലൈറ്റ് ഷോയ്ക്കും തുടക്കമായി. കേരളത്തിന് പുറത്തുനിന്നുള്ള പുഷ്പങ്ങൾ ഉൾപ്പെടെ ക്യൂറേറ്റ് ചെയ്തവയാണ് ജനുവരി 3 വരെ നടക്കുന്ന വസന്തോത്സവത്തിന്റെ പ്രധാന ആകർഷണം. കനകക്കുന്ന് കൊട്ടാരവളപ്പിനെ അലങ്കരിക്കുന്ന തരത്തിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. കൂറ്റൻ ഗ്ലോബ്, യൂറോപ്യൻ സ്ട്രീറ്റ്, കുട്ടികൾക്കായി സിൻഡ്രല്ല, പോളാർ ബിയർ, ഡൈനോസർ, വിവിധ ലൈറ്റുകൾ കൊണ്ടുള്ള രൂപങ്ങൾ എന്നിവയും പ്രദർശനത്തിന്റെ പ്രത്യേകതകളാണ്. മനോഹരമായ പൂച്ചെടികളുടെ ഉദ്യാനം, ബോൺസായിയുടെ അപൂർവ ശേഖരം, കട്ട് ഫ്ലവർ ഡിസ്പ്ലേ, വിവിധയിനം ചെടികളുടെ അപൂർവ ശേഖരങ്ങളുമായി സർക്കാർ സ്ഥാപനങ്ങളുടെയും നഴ്സറികളുടെയും സ്റ്റാളുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് പുലരിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ വീണ്ടുമൊരു കുഞ്ഞിനെ ലഭിച്ചു. 3 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കുഞ്ഞിന് സ്നിഗ്ധ എന്ന് പേരിട്ടതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കാഴ്ചയുടെ വർണ്ണവൈവിധ്യങ്ങളുമായി ശാന്തിഗിരി ഫെസ്റ്റ് മെഗാ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവേശനം. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഹെലികോപ്റ്റർ യാത്ര, സ്നോ ഹൗസ്, റോബോട്ട്, ഗോസ്റ്റ് ഹൗസ്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റിവൽ എന്നിവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് ഈ മാസം 21-ന് തുടക്കമായി. ഈ മാസം 30 വരെ സംഘടിപ്പിക്കുന്ന ഫെയറിൽ 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, FMCG ഉൽപ്പന്നങ്ങൾ എന്നിവ 30 മുതൽ 40% വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.